ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിവിടെ പഴംപൊരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് 2 വലിയ നേന്ത്രപ്പഴം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പാകമായതാണ്. നമുക്കിതിൻ്റെ തലയും വാലൊക്കെ മുറിച്ച് കളഞ്ഞ് നടുവേ മുറിച്ചിട്ട് ചെറിയ സ്ലൈസാക്കി ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടി മുക്കി പൊരിക്കാനുള്ളതാണ്. ഞാൻ ഇവിടെ ദോശമാവാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും മൈദ മാവ് ആരോഗ്യത്തിന് നല്ലതല്ല. ദോശമാവ് എടുത്തിട്ട് അതിലൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ദോശമാവ് ആയതുകൊണ്ട് തന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. പിന്നെ 1 സ്പൂൺ ശർക്കര പാനിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തുന്നത്. പഴം നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് അത്രയും മതി. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഒപ്പം തന്നെ ഞാനിതിനെ ഈ പഴത്തിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. പഴം ഞാനിവിടെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുക്കി പൊരിക്കേണ്ട മാവ് ഇന്ന് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. മൈദമാവിൽ ഉണ്ടാക്കണേക്കാളും ടേസ്റ്റാണ് ദോശമാവിൽ ഉണ്ടാക്കുന്നത്. നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ദോശമാവിൽ മുക്കി പൊരിച്ച് നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.